ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു നല്ല വീഡിയോ, ഒരു അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അത്രയും വെട്ടക്കുറവ് വന്നത് എന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് പ്രകാശം അടുക്കളയിൽ കിട്ടുന്നതാണ്. പക്ഷേ ഇന്നലെ വലിയ കാര്യമായിട്ടുള്ള നല്ലൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇടാതിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ അങ്ങ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതൊരു ദിവസം കൂടി ഞാനത് ഇട്ട് കാണിക്കാം. കാര്യം അത്രയും നല്ല ഒരു സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അത് അപ്ലോഡ് ചെയ്തത്. അതിൽ വെട്ടക്കുറവ്, നല്ല വെട്ടക്കുറവുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ ഇന്നലെ നമുക്ക് കറണ്ട് കട്ടായിരുന്നു. 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ കറണ്ട് കട്ടാണെന്നുള്ളത് മെനിയാന്നേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ അവർ ഉണ്ണുന്ന സമയത്ത് ഓണാക്കിയതായിരിക്കും എന്ന് വിചാരിച്ച് പകുതി ചെയ്തപ്പോൾ കറണ്ട് വന്നു. അല്ലെങ്കിൽ ഞാൻ കറണ്ട് വന്നതിന് ശേഷം മാത്രമേ അത് ചെയ്യുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരിത് വന്ന് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ കറണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇന്ന് വരെയും വീഡിയോ എടുത്ത് അടുക്കളയിൽ വെച്ച് വീഡിയോ എടുത്തിട്ട് ഇത്രയും കറണ്ട് ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മഴയുടെ ഒരു മന്ദാരവും ഒരു ഇരുളവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ എടുത്ത് എനിക്ക് പിന്നെ നോക്കിയപ്പോൾ, പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ലൊരു പ്രകാശമാണ് ആ മൊബൈലിൽ നമ്മൾ കാണുന്നത്. പക്ഷെ പിന്നെ എടുത്ത് എനിക്ക് നോക്കിയപ്പം ഒത്തിരി എനിക്ക് വിഷമമായിപ്പോയി. അതുകൊണ്ട് ഞാനങ്ങ് കാര്യം അത്രയും എനിക്ക് സ്പെഷ്യൽ ആണ് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഞങ്ങളത് കഴിച്ചിട്ടില്ല. ഞാനത് കണ്ടപ്പോൾ എനിക്കത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാം എന്നുള്ളൊരിതിൽ, അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോയാണ്. അല്ലേ, അച്ചാറ് കണ്ടോ? ഇന്നലെ ഇട്ട അച്ചാറ് കോരി വെച്ചേക്കുന്ന കുരുമുറി പപ്പയ്ക്ക കൊണ്ടാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത്. നല്ല സൂപ്പർ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ, നല്ല സൂപ്പർ അച്ചാറാണ്. ഓരോന്നിനും ഓരോന്നിൻ്റേതായ ടേസ്റ്റുകളുണ്ട്. ഈ നല്ല സൂപ്പർ അച്ചാറാണ്. ഓരോന്നിനും അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ നമ്മൾ അധികം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കരണ്ടി പഞ്ചസാര കൂടി ചേർക്കും. മറ്റേതൊന്നും നമ്മളത് ചേർക്കത്തില്ലല്ലോ. അത് ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ അത്രയും വെട്ടക്കുറവ് വന്ന് എനിക്കിതൊക്കെ എടുത്ത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു വിഷമം തോന്നി. പിന്നെ ഞാനത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇനി ഒരു ദിവസം നല്ലതുപോലെ നല്ല വെട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പം നമുക്ക് പപ്പയ്ക്ക കൊണ്ടും ഇത് ഞാൻ വേറെ ഒരിതിൽ കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ അതിലിട്ട് ഇന്നലെ ഇട്ടപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഞാനും അറിയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് എപ്പോഴായാലും നമ്മുടെ വീട്ടിൽ നമുക്ക് രാവിലെ ഉറക്കമൊണിച്ച് ചോറൊക്കെ ഒരു ദിവസത്തെ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കടയിൽ കിട്ടുന്ന പച്ചക്കറി, വിഷമടിച്ച പച്ചക്കറികളൊക്കെ മേടിച്ച് കൂട്ടുന്നതിനേക്കാളും നമ്മുടെ പറമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ, അപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു ഏത്തക്കൊല വെട്ടി അതിലൊരു പഴം എടുത്ത് തിന്നപ്പോൾ എന്തോരു ടേസ്റ്റായിരുന്നെന്നറിയാമോ. അതുപോലെ നമ്മളെ പേരയിൽ നിന്നൊരു പേരയ്ക്ക കിട്ടുമ്പോൾ എന്തൊരു ടേസ്റ്റാണ്. ഇപ്പോൾ പപ്പയ്ക്ക, ഇന്നലെ ഒരു മുറി പപ്പയ്ക്ക ഞാൻ ഇതിട്ടു. ബാക്കി ഒരു മുറി പപ്പയ്ക്ക ഇരുന്നത് ഞാൻ തോരൻ വയ്ക്കാനായിട്ട് ചെത്തി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഞാൻ കൂടെ ഇപ്പം പപ്പയ്ക്ക തോരൻ വയ്ക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പയ്ക്ക തോരൻ വയ്ക്കും, ചീരത്തോരൻ വയ്ക്കും, സിംഗപ്പൂർ ചീരയുണ്ട്, പിന്നെ പൊന്നാങ്കണ്ണി ചീരയുണ്ട്, പല ജാതി ചീരകൾ ഇപ്പോൾ ഉണ്ട്. വാഴത്തട തോരനുണ്ട്. പിന്നെ നമ്മുടെ ഏത്തക്കൊലകളുടെ എല്ലാത്തിൻ്റെയും കൂമ്പൊടിച്ചു. 4 കൊലയുണ്ട്. ഇപ്പം 3 കൊല നിൽപ്പുണ്ട്. 4ാമത്തെ കൊല പടല ഇളവി, 5ാമത്തെ പടല ഇളവിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 4 കൊല നിൽപ്പുണ്ട്. അങ്ങനെ പിന്നെ ചേനയുണ്ട്,
ചേമ്പുണ്ട്, ചേമ്പിൻ്റെ തട വെച്ച് തോരൻ വയ്ക്കും, ചേനയുടെ തട വെച്ച് തോരൻ വയ്ക്കും. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു കറിവേപ്പിലയുടെ ഒരു ഇല പോലും പോയി എടുക്കുമ്പം, ഒരു കാന്താരി മുളകായാലും നമുക്ക് പോയി എടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം അതൊന്ന് വേറെയല്ലേ. അത് കൂട്ടുമ്പോഴും നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതെങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ നിന്ന് നമുക്കൊരു കാന്താരി മുളക് പറിച്ചെടുത്താലും അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പിന്നെ കോവയ്ക്കയുണ്ട്, പാവയ്ക്ക, അങ്ങനെ ഒത്തിരി അതും ഇതുമൊക്കെ ഞണ്ടുമൊക്കെ എടുക്കാനായിട്ടുള്ള ഒരിതുണ്ട്. പിന്നെ ചീമ നെല്ലിക്ക, ഒരേ സ്ഥലത്ത് ഒരേ പേരാണ് പറയുന്നത്. ചീമ നെല്ലിക്ക ഇഷ്ടം പോലെ പിടിക്കുന്നു, പഴുക്കുന്നു, വീണ് പോകുന്നു, നമ്മൾ പറിക്കാറേ ഇല്ല. പക്ഷെ അതില്ലാത്ത സ്ഥലത്ത് അതിന് ഭയങ്കര ഇതാണ്. പുളിഞ്ചിക്ക, എന്നും പുളിഞ്ചിക്ക. അതാണ് പറഞ്ഞത്, ഇതൊക്കെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പിരിവിന് പോകുമ്പോഴത്തേക്ക് ഈ പുളിഞ്ചിക്ക വീടുകളിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു ദിവസമൊക്കെ ചോദിച്ച് പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലാവുമ്പോഴത്തേക്ക് നമുക്കതിന് വലിയ മാറ്റം വരില്ല. പുളിഞ്ചിക്ക ഉണക്കിയിട്ടൊക്കെ വെച്ചിരുന്നാലുണ്ടല്ലോ എന്ത് നല്ലതാണെന്നറിയാമോ. അപ്പോൾ എന്നും പുളിഞ്ചിക്ക ഉണ്ട്. ഞാൻ മീനിലൊക്കെ വല്ലപ്പോഴായി ഇടും. അങ്ങനെ നമുക്ക് ഏതൊരു സാധനമായാലും നമ്മുടെ വീട്ടിൽ ഉള്ള ഒരിതാകുമ്പോഴത്തേക്ക് നമുക്കത് പറിച്ചെടുത്തുകൊണ്ട് വന്ന് തോരൻ വയ്ക്കാനായാലും എന്തിനായാലും നമുക്കതിനൊരു പ്രത്യേക സ്പെഷ്യലാണത്. അപ്പോൾ ഇന്നിപ്പം പപ്പയ്ക്ക അച്ചാറെടുത്ത് ഇവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാര്യം ഫ്രിഡ്ജിൽ മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ഒക്കെ ഇരിപ്പുണ്ട്. ആർക്കും അച്ചാറിനോട്, നമുക്ക് ഇവിടെ വീട്ടിൽ അച്ചാറിനോട് വലിയ കമ്പമില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിലെ ഇവിടെ അച്ചാർ, നമ്മുടെ വീട്ടിലങ്ങനെ അച്ചാർ ഞാനങ്ങനെ ഇട്ട് വയ്ക്കില്ല. കാര്യം അച്ചാർ നമ്മളെ വീട്ടിലങ്ങനെ ഞാൻ ഇട്ട് വെച്ചാൽ അച്ചാർ എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരിതാണ്. പക്ഷേ അങ്ങനെ അച്ചാർ ഞാൻ ഇട്ട് വയ്ക്കില്ല. മരുമോന് പിന്നെ അച്ചാർ ഭയങ്കര ഇതാണ്. മരുമോന് ഇതാക്കും, അവരെ വീട്ടിലിരുന്നും അച്ചാർ കാണും. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ അങ്ങ് അച്ചാറിട്ട് വയ്ക്കില്ല. അങ്ങനെ കൂട്ടണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പോകുമ്പോഴത്തേക്ക് മക്കൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഓരോ അച്ചാർ ഇനി ഞാനൊരു ദിവസം മീനച്ചാറിട്ട് കാണിക്കാം. മീനച്ചാറൊക്കെ ഞാൻ മക്കൾ പോകുമ്പോഴത്തേക്ക് ഇടുമ്പം പെട്ടെന്നുള്ളൊരിതിന് വീഡിയോ പിടിക്കാൻ ചിലപ്പം ഇതായിപ്പോവും. ചൂര അച്ചാറിടും, മത്തി അച്ചാറിടും, കൊഞ്ചച്ചാറിടും, നെത്തോലി അച്ചാറിടും, എല്ലാ അച്ചാറുകളും ഞാൻ ഇടാറുണ്ട്. ബീഫ് വരട്ടും, എല്ലാ അച്ചാറുകളും ഞാൻ ഇടാറുണ്ട്. എല്ലാ പലഹാരവും ഉണ്ടാക്കാറുണ്ട്. പലഹാരങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കാനറിയാം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തിന്നാം. അതും അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷമെന്ന് പറയുന്നത്. പിന്നെ ആയുർവേദ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നു, കഷായം കുടിച്ചു. അപ്പം അരിയാഹാരം കഴിവതും ഒരു നേരമെങ്കിലും കഴിക്കാതിരിക്കുക. ഇന്നിപ്പോൾ രാവിലെ ദോശയാണ് കഴിച്ചത്, അപ്പം അത് അരിയാഹാരമാണ്. അപ്പം മിനിഞ്ഞാന്ന് അരിയും കൂരവും കൂടിയുള്ള അതാണ്. അപ്പോൾ അരിയാഹാരം നമ്മൾ കഴിവതും ഒഴിവാക്കാൻ നോക്കണം. ഇന്നിപ്പോൾ ഞാൻ ഇനി ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ രാവിലെ ദോശ കഴിച്ചപ്പോൾ അത് അരിയും ഉഴുന്നും കൂടിയുള്ള അതാണ് നോക്കിയത്. അപ്പോൾ നമ്മൾ കഴിവതും അരിയാഹാരം ഒഴിവാക്കുക. റേഷനരി ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാൻ റേഷനരിയാണ് ഇട്ടത്. റേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്നാലും അത് മറ്റേ റോസരി അല്ല. അപ്പം ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി നല്ല അരിയാണ്. അപ്പം ഞാനിന്ന് ഈ പപ്പയ്ക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കണം. പപ്പയ്ക്കയൊക്കെ അത്രയ്ക്കും നല്ല ഒരു ഗുണപ്രദമായ സാധനങ്ങളാണ്. നമ്മുടെ പുരയിടത്തിൽ നിൽക്കുന്ന ഓരോ സാധനങ്ങളും ഓരോ ഇലകളും എന്തുമാത്രം ഗുണപ്രദമായ സാധനങ്ങളാണെന്നറിയാമോ. ആയുർവേദത്തിലെ ഓരോ ഇത് നമ്മൾ ഇപ്പം നമ്മുടെ പ്ലാവിൻ്റെ മൂട്ടിൽ, നമ്മുടെ ബാത്റൂമിൻ്റെ അവിടെ പ്ലാവിൻ്റെ മൂട്ടിലായിട്ട് നിൽക്കുന്ന മറ്റേ ചുമന്ന ഒരു പൂവല്ല, ഒരു എന്തോ പോലെ നിൽക്കുന്ന ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടാൽ നമുക്ക് കൂവ പോലെ നിൽക്കും. അത് ഒരുപാട് ഗുണപ്രദമായ ഒരു ചെടിയാണെന്ന് പറയുന്നു. ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. ആ ചുമന്ന
ആ ഒരു പൂ കണക്കൊരു ഇത് നീണ്ടു നിൽക്കുന്നത് ഒരെണ്ണം ഇനി പറിച്ചെടുത്തിട്ട് ഒരു മോൻ അതിങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ഇത് ചാറെടുത്ത് തലയിൽ തേക്കുന്നു. എനിക്കൊരു കോള്. ഇന്നലത്തെ വീഡിയോയിൽ വന്ന അപാകത മാറ്റി ഞാൻ നല്ലൊരു വീഡിയോ പിന്നെ ഇടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഇന്നത്തെ വിശേഷം. ഇനി ആ പപ്പയ്ക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതായിട്ടൊരു തോരൻ വെക്കണം. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു കമൻറ്റ് പോലും നിങ്ങൾ ആരും ഇടുന്നില്ല. അതെന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ മറന്നു പോവാതെ നല്ല കമൻറ്റായാലും എന്ത് കമൻറ്റായാലും പോസിറ്റീവും നെഗറ്റീവും വരണമല്ലോ നമുക്ക്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ. ബെല്ലൈക്കൻ അമർത്തി വയ്ക്കാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടുള്ളൂ. ഒരുപാട് പേർക്ക് ഇപ്പോൾ എനിക്ക് വീഡിയോ ഇല്ലേന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങളത് ചെയ്യാത്തത് കൊണ്ടാണ്. ടാറ്റാ. നമുക്കൊരു കൊച്ചു വിളവെടുപ്പ് കണ്ടാലോ? ചെറിയൊരു കൃഷി, നമ്മുടെ തക്കാളിക്കൊക്കെ വിളഞ്ഞ് ഇതായിട്ട് നിൽക്കുന്നു. നമുക്കൊരു കുഞ്ഞ് വിളവെടുപ്പെന്ന് കണ്ടാലോ? പായോ. ഈ തക്കാളി കണ്ടോ? കുറച്ച് തക്കാളി നല്ലപോലെ പഴുത്ത കളർ വീണ് നിൽപ്പുണ്ട്. അതിൽ നിന്ന് പറിച്ചെടുത്തു. ഈ കണ്ടോ, നല്ല നാടൻ തക്കാളിയാണ്. കത്തിരി തൈകളാണ് അവിടെ നിൽക്കുന്നത്. ഈ തക്കാളിക്ക് ഇനിയും കളർ വീണ് നിൽപ്പുണ്ട്. ഈ കണ്ടോ, എല്ലാം പാകമായി വരുന്നതേ ഉള്ളൂ. അത് തക്കാളി തൈയാണ് നിൽക്കുന്നത്. തക്കാളി പിടിച്ചതെല്ലാം കുറച്ച് വാടി കേടായി. അതെല്ലാം കറിവേപ്പാണ്. അതിനപ്പുറം നിൽക്കുന്നത് അശോകമാണ്. ഇത് സിസ് ഫ്രൂട്ടാണ്. പിച്ചി. ഇത് ചുമന്ന നല്ല അശോകം ആണ്. ഇതാണ് നമ്മുടെ വിളവെടുപ്പ്. തക്കാളി ഇതെല്ലാം പറിച്ചില്ല. അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ വീഡിയോ. നമ്മുടെ പെരയിടത്തു നിന്നൊരു കാന്താരി മുളകായാലും എന്തായാലും എടുത്ത് അത് വയ്ക്കുമ്പോൾ നമുക്ക് ഇതിൽ പരം ഒരു സന്തോഷം ഇല്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഇത്തിരി സന്തോഷം കണ്ടെത്തണമല്ലോ. നേരം വെളുത്ത് ഇരുട്ടുന്നു. എന്ത് സന്തോഷമായി. ഒരമ്മയുള്ളതോ മരണപ്പെട്ടു. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു അമ്മയെന്ന് പറയുമ്പോൾ കണ്ണടയുമ്പോഴാണ് നമുക്ക് ആ അമ്മയുടെ വെളിച്ചം എത്രയായിരുന്നു നമ്മുടെ വീട്ടിലെന്ന് അറിയുന്നത്. അത് കണ്ണടയുമ്പോഴേ അതിൻ്റെ ആ വെളിച്ചത്തിനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. അതുവരെ നമ്മളെ പറ്റിച്ചും ചതിച്ചും നമുക്ക് ആ സ്നേഹം ലഭിക്കാൻ സമ്മതിക്കാതെ ആ അമ്മയെ ഇതാക്കി വെച്ചിരിക്കും. ഇപ്പോഴും ഓർമ്മിക്കുമ്പോൾ എൻ്റെ അമ്മ മരണപ്പെട്ടിട്ടില്ല. എവിടെയൊക്കെയോ ഉണ്ട്. അമ്മയെന്ന് പറയുന്നത് എങ്ങും മേടിക്കാൻ കിട്ടുന്നതല്ല. അമ്മയും അച്ഛനും എന്ന് പറയുന്നത് അവർ എങ്ങും ഒരു കടയിലും മേടിക്കാൻ കിട്ടുന്നതല്ല. അവർക്ക് കിട്ടേണ്ട സ്നേഹം അല്ലെങ്കിൽ നമ്മളിന്ന് കാണുന്നത് പോലെ ഞാൻ എൻ്റെ അമ്മയുടെ ആണ്ടിന് പത്തനാപുരം ഗാന്ധി ഭവനിൽ പോയിരുന്നു. അവിടുത്തെ ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളും വയസ്സായ ഓരോരുത്തരുടെയും അവസ്ഥ. ഞാൻ അവിടെ ജോലിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോയായിരുന്നു. ഓരോരുത്തരും വന്ന് കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന്. അന്ന് ഞാൻ എല്ലാ അന്തേവാസികളെയും കണ്ടായിരുന്നു. ഒരു മനുഷ്യരുടെ അവസ്ഥകളാണ് അതൊക്കെ. ആരെയും പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ ജീവിക്കുന്നവരായാലും ഓരോ മനുഷ്യൻ അവസാനം എന്താണ് തലയിൽ എഴുതിയേക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? എങ്ങനെ എത്ര ഇതായിട്ട് ജീവിക്കുന്നവരായാലും ചില മനുഷ്യർ അവരെ മോശക്കാരാക്കാനും അവരെ പേരിൽ ഇല്ലാവചനങ്ങൾ അടിച്ചേൽപ്പിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഇതാക്കി അവരെ അവസാനം ഈ കുറ്റവും കുറവും ഉള്ളവർ മാത്രമേ വേറൊരാളെ കുറ്റവും കുറവും പറയൂ. അതറിയാവോ? നമ്മുടെ ശ്രീ ഗുരു പറഞ്ഞേക്കുന്നത് പോലെ ഇപ്പം ഞാൻ ഒരു കല്യാണത്തിന് പോയി, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് പോയി. ഞാൻ അവർക്ക് എത്ര പവനുണ്ട്, അവരുടെ സാരി എങ്ങനെ, അവരുടെ ഇതെങ്ങനെ, അവരുടെ ഭക്ഷണം എങ്ങനെ എന്ന് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് ആ പെണ്ണിൻ്റെ സ്വർണ്ണമൊന്നും ഇല്ലായിരുന്നു, ആ സാരി എന്തിനും ഉള്ളായിരുന്നു, ഭക്ഷണം എന്തിനും ഉള്ളായിരുന്നു. ഗുണവുമില്ല ദോഷവുമില്ല. പക്ഷേ ചില പെണ്ണുങ്ങളുണ്ടല്ലോ,
ഒരു മൂന്നാല് നമ്മളെ വീട്ടിലിരിക്കുന്നു, നമ്മുടെ കാര്യം നോക്കുന്നു, അറിവില്ലാത്ത സമയത്തിരുന്നു എന്തെങ്കിലും അങ്ങ് പറയുകയെടുക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം. എനിക്കും ഉണ്ടൊരു മോൾക്ക് മോളെ അന്യ കുടുംബത്തിൽ അയച്ചു. ഇപ്പം മോള് അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. അല്ലാതെ മോളെ നീ ഇവിടുത്തെ കാര്യം നോക്കി ഇവിടെ നിൽക്കണം എന്നൊന്നും എൻ്റെ മോളോട് ഞാൻ ഒരിക്കലും പറഞ്ഞു കൊടുക്കില്ല. മോനും ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു ഇതാണ്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ പാരിപ്പള്ളിയാണ്. ഒരുപാട് തിക്താനുഭവങ്ങൾ, ഒരുപാട് എനിക്ക് എപ്പോഴും പറയുന്നതിനൊന്നും ഒരു ഇതുമില്ല. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ഞാൻ എൻ്റെ അച്ചാമ്മയും അച്ചാച്ചനും ഒക്കെ മരണപ്പെട്ടു. ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചാണ് ഞാൻ എൻ്റെ അമ്മാവി ഭർത്തൃ വീട്ടിൽ ജീവിച്ചത്. പക്ഷേ എൻ്റെ അമ്മയെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് അതൊന്നും അനുഭവിക്കേണ്ട, നീ ഇനി പോരെ, അതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഒന്നും ഒരു പെണ്ണിനും ഇല്ല എന്നൊന്നും. നമ്മൾ അനുഭവിച്ചു. അതൊന്നും നമുക്കിപ്പം പറയാനുള്ളൊരു യോഗമല്ല. അങ്ങനെ ഓരോ ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും പറഞ്ഞു പോണതാണ്. അല്ലാതെ ഇന്നത്തെ മനുഷ്യരെ കണക്ക് അവിടെ നിന്നും പിടിച്ച് ഇവിടെ നിന്നും പിടിച്ച് മറ്റിടത്തും പറഞ്ഞ് ഇപ്പോഴത്തെ മക്കളോടൊത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് എന്തിനാണ് ആവശ്യമില്ലാത്ത കുടുംബ കലഹങ്ങൾ